വെൽഫെയർ പാർട്ടി യു.ഡി.എഫിന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മാതൃഭൂമി ന്യൂസിനോട്. പാർട്ടി പരിപാടികളിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ പങ്കെടുക്കാതിരുന്നത് വിവാദമാക്കിയത് CPM ആണ്. ഇക്കാര്യം ചർച്ച ചെയ്താലേ പേരാമ്പ്രയിൽ CPM ജയിക്കൂ എന്നത് അപകടകരമാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. ഞങ്ങളൊരു കൺവെൻഷൻ വിളിക്കുന്നു. അതിൽ അവിടുത്തെ ലീഗ് UDF-ന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ അതിൽ നിന്ന് മാറി നിന്ന് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വാർത്തകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് അവിടെ പരിപാടിയിൽ അവരെ ക്ഷണിച്ചിരുന്നു, അവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ നിരവധി കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. UDF ലീഡേഴ്സ് വന്നിട്ടുണ്ട്. വരാത്ത മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വരാതിരിക്കുക അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വന്നോളെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. ഞങ്ങളുടേതായ ആശയങ്ങളെ ഞങ്ങളുടെ പ്രവർത്തകരിലേക്ക് കൈമാറാനും പ്രവർത്തന പദ്ധതികൾ അറിയിക്കാനും വേണ്ടിയാണ് കൺവെൻഷനിൽ വിളിച്ചു ചേർത്തത്. അവിടെ കൺവെൻഷനിൽ വരാതിരിക്കുക എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അതേസമയം അതിനെ എങ്ങനെയാണ് CPM പ്രചരിപ്പിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ അതുമായി ഒരു കാര്യം, നിങ്ങളെ ആ വിഷയം ധരിപ്പിച്ചത് ആരായിരിക്കും? കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ CPM-ന്റെ പ്രമുഖനായ ഒരു ബുദ്ധിജീവിയാണ് KT കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം ആ നോട്ടീസ് FB-യിൽ പ്രചരിപ്പിക്കുന്നു. എന്തിനാണ്? ഇങ്ങനെയല്ലല്ലോ. എത്ര പേരാമ്പ്ര മണ്ഡലം LDF ഭയപ്പെടേണ്ട ഒരു മണ്ഡലമാണോ? വർഷങ്ങളായി CPM ജയിച്ച കേരളത്തിലെ ഏറ്റവും അധികായനായ LDF-ന്റെ ലീഡർ മത്സരിക്കുന്ന ഒരു മണ്ഡലം. അദ്ദേഹം തന്നെ പറയുന്നത് 1950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ടെന്നാണ്. അത്രമേൽ വികസന പ്രവർത്തനം നടത്തിയ ഒരു കാൻഡിഡേറ്റിന് ഇത്ര വലിയ കുപ്രചരണങ്ങളും ഇത്ര വലിയ ഭയവും എന്തിനാണ് ഉണ്ടാകുന്നത്? എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്? പേരാമ്പ്ര മണ്ഡലത്തിൽ സംഭവിച്ചതുപോലുള്ള കുപ്രചരണങ്ങളും വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങളും CPM എന്നല്ല ഒരു മതനിരപേക്ഷ പാർട്ടിയും നടത്താൻ പാടില്ല. BJP ഉൾപ്പെടെ അത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പരിപാടിയിലേക്ക് ഫാത്തിമയെ നമ്മൾ ക്ഷണിച്ചിരുന്നു. എനിക്ക് ആ വിഷയത്തിൽ ഞങ്ങൾ കേരളത്തിലുടനീളം സംഘടിച്ചെങ്കിൽ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ക്ഷണിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമ്മുടെ മുമ്പിൽ വിഷയമല്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ റീസണിൻ്റെ പേരിൽ പിന്തുണ പ്രഖ്യാപിച്ചത്. അത് വിവാദമാക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ചോദ്യം അതാണ്. അതായത് അത് വിവാദമാക്കിയിട്ട് മാത്രമേ പേരാമ്പ്ര മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് LDF ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭയത്തോടെ കാണുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വെൽഫെയർ പാർട്ടി നടത്തുന്നത്. UDF ഇക്കാര്യത്തിൽ അങ്ങനെ വെൽഫെയർ പാർട്ടി തങ്ങൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരുന്നു, കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു എന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പേരാമ്പ്രയിലുണ്ടായ വിവാദങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നതായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹ്ലിയുടെ വിശദീകരണമൊക്കെ. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഉറപ്പായും ചർച്ചയാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ നടത്തിയത്.